കരിഞ്ചന്തയിലെ കൊള്ളക്കാർ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ അനധികൃതമായി സൂക്ഷിച്ച 500ഓളം പാചകവാതക സിലിണ്ടറുകൾ സിവിൽ സപ്ലൈസ് വകുപ്പ് പിടിച്ചെടുത്തു. ആലങ്കോട് പുളിമൂട് ജംഗ്ഷനിലെ ഗോഡൌൺ കേന്ദ്രീകരിച്ച് നടന്ന കരിഞ്ചന്ത വിൽപ്പനയാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഉടൻ ജില്ലാ കളക്ടർക്ക് കൈമാറും. ആലങ്കോട് പുളിമൂട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വിനോദ് ഗ്യാസ് ഏജൻസിയുടെ ഗോഡൌണിലായിരുന്നു പരിശോധന. സിവിൽ സപ്ലൈ സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു നീക്കം. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 500ഓളം സിലിണ്ടറുകളാണ് ഉദ്യോഗസ്ഥർ കണ്ടെടുത്തത്. ഇതിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെയും ഭാരത് പെട്രോളിയത്തിന്റെയും കമ്പനികളുടെ വിവിധ അളവിലുള്ള സിലിണ്ടറുകളാണ് ഉൾപ്പെടുന്നത്. ഉടമ പറയുന്നത് ഇത്തരം ഗ്യാസ് കുറ്റികൾ അദ്ദേഹം നൽകിയിട്ടുള്ള കടക്കാരിൽ നിന്ന് തിരികെ വാങ്ങിയിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള കുറ്റികൾ അദ്ദേഹത്തിന് സംഭരിക്കുന്നതിനുള്ള നിയമാനുസൃതമായ ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പിടിച്ചത്. നിലവിൽ അനുഭവപ്പെടുന്ന പാചകവാതക ക്ഷാമം മുതലെടുത്താണ് സമാന്തര വിപണി ലക്ഷ്യമിട്ട് ഈ സംഭരണമെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ലഭിക്കേണ്ട സിലിണ്ടറുകൾ കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ച് കരിഞ്ചന്തയിലേക്ക് മാറ്റാനായിരുന്നു നീക്കം. പിടിച്ചെടുത്ത സിലിണ്ടറുകൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിശോധനയുടെ പൂർണ്ണ രൂപമടങ്ങിയ റിപ്പോർട്ട് സിവിൽ സപ്ലൈസ് വകുപ്പ് ഉടൻ തന്നെ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ ഈ റിപ്പോർട്ടിന്മേലുണ്ടാകും എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.